നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. എത്രയാ മാമ്പഴം വീണ് കിടക്കുന്നത് നോക്കിക്കേ. ഒച്ച വെക്കാതെ വേഗം പെറുക്കാൻ നോക്ക്. ആ വരീത് മുതലാളി എങ്ങാനും കണ്ട അത് മതി. അതിന് നമ്മള് മാവിന്റെ മുകളിലൊന്നും കയറുന്നില്ലല്ലോ, താഴെ വീണ് കിടക്കുന്നതല്ലേ പെറുക്കുന്നത്. ഇത്രയും ടേസ്റ്റ് ഉള്ള മാമ്പഴം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ഇതിന് ചക്കര മാമ്പഴം എന്ന് പറയുന്നേ. എന്തായാലും അധിക നേരം ഇവിടെ ചുറ്റിപ്പറ്റി നിക്കണ്ട, ഉള്ള നേരത്തിന് പോകാൻ നോക്കാം. വറീദ് മുതലാളി ഇതിനു മുമ്പ് നമ്മൾ 2-3 പ്രാവശ്യം താക്കീത് ചെയ്തതാ, അത് ഓർമ്മ വേണം. നിന്നോടൊക്കെ ഞാൻ എത്ര വട്ടം പറഞ്ഞതാടാ എന്നെ പറമ്പിക്കാരി മാങ്ങ പറിക്കരുതെന്ന. കൂട്ടുകാരെ, ദേ അയാൾ ഇങ്ങോട്ടാ വരുന്നേ, ഇനി നിക്കണ്ട, ഓടിക്കോ. ഇങ്ങനെ കുരുത്തം കെട്ട പിള്ളേരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കണ്ണ് തെറ്റിയാ പറമ്പിൽ കയറും. അവറ്റകൾക്ക് വേണ്ടാത്തതായി ഒന്നുമില്ല. നിന്നെയൊക്കെ ഒതുക്കാൻ വല്ല വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടാ തക്കടു, ഉള്ളത് മുഴുവൻ തിന്നു തീർക്കേണ്ട, കുറച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കാം. പിന്നെ ഇത് എനിക്ക് തന്നെ തികയോന്ന് തോന്നില്ല, അല്ലെങ്കിൽ തന്നെ ആർക്ക് കൊടുക്കാനാ? നമ്മുടെ നാട്ടില് ഈ വറീദ് മുതലാളിയുടെ പറമ്പിലല്ലാതെ വേറെവിടെയും ഈ ചക്കരമാമ്പഴം ഞാൻ കണ്ടിട്ടില്ല. അയാളാണെങ്കിൽ അത് ആർക്കും ഒട്ടും കൊടുക്കുകയില്ല. അതുകൊണ്ടല്ലേ നമുക്ക് പെറുക്കേണ്ടി വന്നത്. ഈ മാങ്ങേണ്ടി പോയി കുഴിച്ചിട്ടാലോ? അതൊരു നല്ല ഐഡിയ ആണല്ലോ. നമ്മൾ ഇത് കുഴിച്ചിട്ടാ അത് മുളച്ച് തയ്യാവും, പിന്നെ അത് വലിയ മാവാവും, അത് നിറച്ച് മാങ്ങകളും, അതും ചക്കര മാങ്ങ.
എന്ത് രസായിരിക്കും. തക്കുടി ഇപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങി. ശരിക്കും മാങ്ങ മാത്രമല്ല, ഒരു വീടായ എല്ലാ ഫലവർഗ്ഗങ്ങളും വേണമെന്നാ പറയുന്നേ. ചക്ക, പേരയ്ക്ക, ചാമ്പയ്ക്ക. കുട്ടികൾ ഇതൊക്കെ തിന്നു വളരണമെന്ന് മുതിർന്നവർ പറയുന്നത് കേൾക്കാം. നമ്മുടെ വീടുകളിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ ഓരോരോ സ്ഥലത്ത് പോയി ഇങ്ങനെ പെറുക്കേണ്ടി വരുന്നത്. ശരിയാ. ഞാൻ ഇപ്പൊ തന്നെ ആ പ്ലാവിന്റെ തൈ കുഴിച്ചിട്ടിട്ടുണ്ട്. ചക്കപ്പഴം എനിക്ക് ഒത്തിരി ഇഷ്ടാ. നിന്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഒരു ചക്കയൊക്കെ ഒറ്റയ്ക്ക് തിന്നുന്നാ തോന്നുന്നത്. അതൊക്കെ എന്ത്, വെരി സിമ്പിൾ. ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, ചക്ക ഇപ്പൊ പഴയ ചക്കയല്ല, നമ്മുടെ സംസ്ഥാന ഫലമാണ്. അത് ചുമ്മാതല്ല, ചക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒരു ദിവസം ഒരു ചക്കയെങ്കിലും തിന്നണം. കേട്ടോടാ കേട്ടോ, നമ്മളെ പറ്റിയാ പറയുന്നേ. പണ്ടൊക്കെ നമ്മളെ ആരും മൈൻഡ് ചെയ്യാറേ ഇല്ലായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടടാ. പണ്ട് ആരും നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ, ഇപ്പം നമ്മൾ ആരാ? ദി കിങ് ഓഫ് ദി ഫ്രൂട്ട് എന്ന് വച്ചാൽ പഴങ്ങളുടെ രാജാവാണ്. ഇതെന്താ മുതലാളി, പുതിയ പട്ടിയെ മേടിച്ചോ? ഒരെണ്ണത്തിനെ മേടിക്കേണ്ടി വന്നു. കള്ളന്മാരുടെ ശല്യം കാരണം ഇരിക്കപ്പോറത് ഇല്ലാതായി. കണ്ണ് തെറ്റിയാ മതി, പറമ്പിൽ കയറി ഓരോരുത്തന്മാര് കൈ കിട്ടണതൊക്കെ പറക്കിക്കൊണ്ടുപോകും. അതേതായാലും നന്നായി. ഇവനെ കണ്ടിട്ടേ വീര്യം കൂടി ഇനാന്നാ തോന്നുന്നു. ഇവൻ ചില്ലറക്കാരനല്ല, മുന്തിയ ഇനമാ. നല്ല ശൗര്യമുള്ള കൂട്ടത്തിലാ. കള്ളന്മാരെ കടിച്ചു കുടയും. ഒന്നും മിണ്ടാതിരിക്കടാ. അല്ല മുതലാളി, ഞാൻ എന്റെ ശൗര്യം ഒന്ന് കാണിച്ചു കൊടുത്തതല്ലേ? ഓഹോ, അതായിരുന്നു. വെൽ ഡൺ മൈ ബോയ്. ഈ ശൗര്യമൊക്കെ നിനക്ക് എപ്പോഴും ഉണ്ടാകണം. ആ കാര്യത്തിൽ മുതലാളിക്ക് യാതൊരു ഡൗട്ടും വേണ്ട. എന്തു മുതലാളി? മുതലാളിയുടെ പ്ലാൻ എന്താ? എന്നെ കെട്ടിയിടാനാണോ അതോ അഴിച്ചുവിടാനാണോ? കെട്ടിയിടാൻ തന്നെയാടാവേ. അതിനെന്താ ഇത്ര സംശയം? അതിന് പറ്റിയ ഒരു സ്ഥലം നോക്കുമായിരുന്നു ഞാൻ. മുതലാളി എന്ത് മുതലാളിയാ മുതലാളി? എന്നെ കെട്ടിയിട്ടാൽ എനിക്ക് ഈ ജോലി ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുമോ? എനിക്ക് മാക്സിമം ഫ്രീഡം വേണം. എന്നാലല്ലേ എനിക്ക് നന്നായി ഡ്യൂട്ടി ചെയ്യാൻ പറ്റൂ. അപ്പൊ നിന്നെ അഴിച്ചു വിടണമെന്നാണോ നീ പറയുന്നത്? അക്കാര്യത്തിൽ എന്താ ഇത്ര സംശയം? എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യം വേണം. എന്നാലേ മുതലാളി പ്രതീക്ഷിക്കുന്ന രീതിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ശരി, നിന്നെ ഞാൻ അഴിച്ചു വിട്ടേക്കാം. ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തന്നില്ല എന്നുള്ള പരാതിയും വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്നെ ഞാൻ മോഹവില കൊടുത്ത് വാങ്ങിയതാ. ആ കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഏതെങ്കിലും രീതിയിൽ നീ ജോലിയിൽ അലംഭാവം കാണിച്ച നിന്റെ കാലും നാലും ഞാൻ തല്ലിയൊടിക്കും. ഈ മുതലാളിക്കൊരുതരം സംശയമാണല്ലോ, സംശയരോഗമാണോ? എന്നെ ആദ്യം പൂർണ്ണമായി വിശ്വസിക്ക. എന്നിട്ട് ആ കടിക്കേണ്ട ആൾക്കാരുടെ മൊത്തം ലീസ്റ്റിംഗ് ഇതാവുക. ഓരോരുത്തരെയും ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ പ്രത്യേകിച്ച് ലിസ്റ്റൊന്നുമില്ല. നമ്മുടെ വീട്ടിലോ പറമ്പിലോ അതിക്രമിച്ച് കിടക്കുന്ന ആരായാലും അവരെ കൈകാര്യം ചെയ്യണം. ഈ നാട്ടില് ശൂലം പിടിച്ച 4 പിള്ളേരുണ്ട്. കണ്ണ് തെറ്റിയ അവറ്റകൾ പറമ്പിൽ കയറും. പിന്നെ ചക്ക, മാങ്ങ, ചാമ്പയ്ക്ക ഒക്കെ പെറുക്കിക്കൊണ്ടുപോകും. അവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക. അവറ്റകളുടെയൊക്കെ പരിപ്പെടുക്കുന്ന കാര്യം ഞാനേറ്റു. എന്താണ് തക്കുടു പെട്ടെന്ന് ബ്രേക്ക് ഇട്ട പോലെ നിന്ന് കളഞ്ഞത്? ചക്കര മാമ്പഴത്തിന്റെ മണം. എന്റെ തക്കുടു, ഇനി അത് പെറുക്കാനൊന്നും പോകണ്ട. ആ വറീദ് മുതലാളി ഒരു പട്ടിയെ മേടിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. നിങ്ങൾ ഇങ്ങനെ പേടിച്ചാലോ? നമ്മള് പട്ടിയെ ഉപദ്രവിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്, മാമ്പഴം പെറുക്കാനല്ലേ. വേണമെങ്കിൽ വാ. എനിക്കാണെങ്കിൽ അതിന്റെ മണം അടിച്ചിട്ട് വായില് വെള്ളം വരിക. അതൊന്നും കാര്യമാക്കണ്ട തക്കടു. നീ വാ, നമുക്ക് പോകാം. നമ്മളിപ്പോ കളിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ, കളിക്കാൻ പോവാം.
നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ എന്തായാലും കുറച്ച് മാമ്പഴം പെറുക്കിയിട്ട് വരാം. വേണ്ട തക്കുടു, വെറുതെ റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകണ്ട. നിങ്ങൾ പോയി കളി തുടങ്ങിക്കോ, അപ്പോഴത്തേക്ക് ഞാൻ എത്തിയേക്കാം. എന്റെ കർത്താവേ, ഇത്രയും വലിയ പട്ടിയായിരുന്നോ? ഞാൻ വിചാരിച്ച വല്ല ചാവാലി പട്ടിയായിരിക്കുന്ന. പോ പട്ടി അവിടുന്ന്, ചുമ്മാ കുറച്ച് ആളെ പിടിപ്പിക്കാതെ. പോകാനോ? എങ്ങോട്ട് പോകാൻ? ഇത് എന്റെ മുതലാളിയുടെ പറമ്പാണ്. ഒരു മോനെ, ഞാൻ ഇവിടുന്ന് നിന്നെയും കൊണ്ടേ പോവുള്ളൂ. ചേടാ, ഇത് വലിയ പുകിലായല്ലോ. കൂട്ടുകാര് പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. ആ തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ. നിന്നെയൊക്കെ ഒന്ന് കൈ കിട്ടാൻ നോക്കിയിരിക്കുന്നത് ഞാൻ. ഇങ്ങോട്ട് ഇറങ്ങി വേണം. ഇറങ്ങൂല ഞാൻ. ആ പട്ടിയെ അവിടുന്ന് മാറ്റാൻ നോക്ക്, എന്നാ ഞാൻ ഇറങ്ങി വരാം. ഞാൻ മാറിയിട്ട് നീ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിക്കണ്ട. എനിക്ക് മരം കയറാൻ അറിയാമായിരുന്നെങ്കിൽ പണ്ടേ നിന്നെ ഞാൻ വലിച്ചതായിട്ട് എറിയാം. അറിയാത്ത പണിയൊന്നും നീ ചെയ്യണ്ട. അവനെ താഴെ ഇറക്കാൻ എനിക്കറിയില്ലേ. ഇങ്ങോട്ട് ഇറങ്ങടാ, അല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞാൻ വീഴ്ത്തും. മുതലാളി എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് മനസ്സിലാത്തതാ. അതിനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുറച്ച് മാമ്പഴം പെറുക്കി, അത് അത്ര വലിയ തെറ്റാണോ? നീ എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ നിക്കണ്ട. എന്റെ പറമ്പ്, എന്റെ മാവ്, എന്റെ മാങ്ങ, അത് അവിടെ കിടന്ന് ചീഞ്ഞു പോയാലും ശരി, നിന്നെ പോലെയുള്ള അലവലാദികളെ കൊണ്ട് ഞാൻ തൊടിയിക്കൂല. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണം എന്നല്ലേ കർത്താവായ ഈശോമിശ പറഞ്ഞിട്ടുള്ളത്? അത് മുതലാളി മറക്കണ്ടാട്ടോ. കർത്താവ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാകും. അതനുസരിച്ചല്ല ഞാൻ എന്റെ ജീവിതം ജീവിക്കണേ. നീ എന്നെ വേദം പഠിപ്പിക്കാണ്ട് മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കണ ചെറുക്ക. മുതലാളി എന്തിനാണ് അവനോട് തർക്കിച്ചു വായില് വെള്ളം കളയുന്നത്? അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുതലാളി റെസ്റ്റ് എടുത്തോളൂ. ഷടാ, പറഞ്ഞ പോലെ നീയുള്ളപ്പോ ഞാൻ എന്തിനാ വെറുതെ ഊർജം പാഴാക്കണേ? ഞാൻ പോയൊന്ന് മയങ്ങട്ടെ. ഇവൻ ഭൂമിയിലേക്ക് ഇറങ്ങിയാ അപ്പ കൈകാര്യം ചെയ്തേക്കണം. ഓക്കേ? അത് ഞാൻ ഏറ്റു മുതലാളി. ധൈര്യമായിട്ട് പോയിക്കോളൂ. എങ്ങനെയാ ഇതിന്റെ വായിന്നൊന്ന് രക്ഷപ്പെടുക കർത്താവേ? ഞാനിങ്ങനെ വായും പൊളിച്ചിരുന്നാൽ യവനി ജന്മത്തിൽ താഴെ ഇറങ്ങത്തില്ല. ഒരു ചെറിയ മയക്കത്തിലെന്ന പോലെ ഇവിടെ അങ്ങ് കിടക്കാം. അപ്പോഴവൻ താഴെ ഇറങ്ങും. അപ്പോൾ അവനെ ചാടി പിടിച്ച് കശാപ്പ് ചെയ്യാം. ഇതെന്താ, പട്ടി ഉറക്കം പിടിച്ചോ? അപ്പോ ഇവനൊരു മടിയനാണല്ലേ. ഉള്ള നേരത്തിന് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കാം. അയ്യോ, പട്ടി അടിക്കാൻ വരുന്നേ. അയ്യോ, പട്ടി അടിച്ച. അയ്യോ മുതലാളി, കടിച്ചു പറിച്ചു മുതലാളി. ഞാൻ അവനെ കടിച്ചുരുട്ടി കടിച്ചു പറിച്ചു. ഇനി ഇപ്പൊ തക്കുടുവിനെ കുറച്ച് ദിവസത്തേക്കൊന്നും നോക്കണ്ട. അതെന്താ അങ്ങനെ? ഇപ്പൊ നീ അവന്റെ അമ്മ പറഞ്ഞതൊന്നും കേട്ടില്ലേ? 3-4 ദിവസം റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിന് ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ, വലിയ കടിയൊന്നും കിട്ടിയില്ലല്ലോ. കടി വലുതായാലും ചെറുതായാലും കടിച്ചത് പട്ടിയല്ലേ. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നില്ലേ? എന്തായാലും അവൻ നമ്മൾ പറഞ്ഞത് കേൾക്കാഞ്ഞത് കൊണ്ടല്ലേ. നമ്മുടെ കൂടെ വന്നായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ശരിയാ. നോക്കൂ മിഖായിൽ, നമ്മുടെ ചെങ്ങാതിമാർ ആകെ ദുഃഖിതരാണല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാനും അതുതന്നെയാണ് ആലോചിച്ചത്. ഞങ്ങളുടെ കാവൽമാലാഖമാർ.
നിങ്ങളുടെ വിഷമത്തോടെയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നതാ. എന്ത് പറയാനാ മിഖായേൽ, ഞങ്ങളുടെ തക്കടുവിനെ പട്ടി കടിച്ചു. അത് ഞങ്ങൾക്കറിയാം. അവനിപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണല്ലേ? അതെ, ഞങ്ങൾ അവനെ പോയി കണ്ടിരുന്നു. എന്തായാലും സാരമില്ല, അവന്റെ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളൂ. എന്തായാലും അവൻ നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് സംഭവിച്ചതല്ലേ. അതിനൊരു മറുവശം കൂടിയുണ്ട് റാഫേൽ. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയിരുന്നതെങ്കിൽ ഇവരെ എല്ലാവരെയും ആ പട്ടി കടിക്കുമായിരുന്നു. അയ്യോ, അങ്ങനെയോ മറ്റോ സംഭവിച്ചായിരുന്നെങ്കിൽ നല്ല കഥയാകുമായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇനി ആ വഴിക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. അതൊരു നല്ല തീരുമാനമാണ് കൂട്ടുകാരെ. എന്തായാലും മറ്റൊരാളുടെ മുതൽ അവരുടെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ടുവരുന്നത് നല്ല പ്രവണതയല്ല. അതെ അതെ, അത് മോഷണത്തിന്റെ പട്ടികയിൽ പെടുന്ന കാര്യമാണ്. ഞങ്ങൾ അത്രയ്ക്കൊന്നും ഓർത്തില്ല. വറീദ് മുതലാളിയുടെ പറമ്പിൽ ഇഷ്ടം പോലെ മാങ്ങയും ചക്കയും പേരക്കയും ഒക്കെയുണ്ട്. അതൊന്നും അയാൾ ആർക്കും കൊടുക്കൂല. വെറുതെ കൊഴിഞ്ഞു പോവാ. സത്യം പറഞ്ഞ ഞങ്ങളുടെ കൊതി കൊണ്ട് പോകുന്നത് അങ്ങോട്ട്. നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും. ഒരു കണക്കിന് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ വലിയ കുറ്റം പറയാനില്ല. കാരണം കുട്ടികളാകുമ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കുറുമ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ കുറുമ്പുകളെ അംഗീകരിക്കാൻ മനസ്സുള്ളവരും ഉണ്ടാവണം. എന്നാൽ വലിയ പ്രശ്നമുണ്ടാവില്ല. എന്തുതന്നെ ആയാലും ഒരാളുടെ വസ്തുക്കൾ അയാളുടെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ടുവരുന്നത് ഒട്ടും ശരിയല്ല. വറീദിന്റെ തോട്ടത്തിൽ ധാരാളം പഴങ്ങളുണ്ട്. അത് നശിച്ചു പോയാൽ പോലും ആരും കൊണ്ടുപോകുന്നത് അയാൾക്കിഷ്ടമല്ല. അതേസമയം അയാൾ നിറഞ്ഞ മനസ്സോടെ അവ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിലൊരു നന്മയുമുണ്ട്, മാത്രമല്ല സ്നേഹവുമുണ്ട്. വറീദ് മുതലാളി ഈ ജന്മത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല. നമുക്ക് നോക്കാം. എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നല്ലതാണ്. കാരണം നന്മയ്ക്ക് മാത്രമേ എല്ലാ മനസ്സുകളിലും വെളിച്ചം പരത്തുവാനും സ്നേഹം നിറയ്ക്കുവാനും സാധിക്കുകയുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന തേങ്ങയെല്ലാം എവിടെ പോയി? എന്റെ കർത്താവെ, ഒറ്റ തേങ്ങ പോലും കാണുന്നില്ലല്ലോ. എല്ലാം കള്ളന്മാര് കൊണ്ടുപോയെന്നാ തോന്നുന്നത്. ഇവിടെ ഒരു പട്ടിയുണ്ടല്ലോ, എവിടെ? അതെവിടെ പോയി കിടക്കുക? ആഹാ, തീറ്റ ഉറക്കം മാത്രമുള്ളൂ ഈ പട്ടിക്ക്. മുതലാളി എന്നെ വിളിച്ചോ? നിന്നെ വിളിച്ചോന്നോ? ഈ കണക്കിന് പോയ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. മുതലാളി എന്തു വർത്താനായി പറയുന്നേ? ഞാൻ എന്തു തെറ്റാ മുതലാളിയോട് ചെയ്തത്? ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങാനാണോ വയറ് നിറച്ച് തീറ്റ നിന്ന് നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അയ്യോ അയ്യോ മുതലാളി 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 അങ്ങനെ പറയരുത്. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയതാണ്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു, അതിന്റെ ക്ഷീണം ക്ഷീണം ക്ഷീണം. ഓ, നിന്റെ ഒരു നൈറ്റ് ഡ്യൂട്ടി. ആ പുറകു വശത്ത് കിടന്ന 10-25 നാളികേരം കാണുന്നില്ല. അതെവിടെ പോയെന്ന് നിനക്കറിയാമോ? സത്യമായിട്ട് ഞാൻ എടുത്തില്ല മുതലാളി, ഞാൻ എടുത്തു. ഓ മരമണ്ട, അതേതാണ്ട് കള്ളന്മാര് കൊണ്ടുപോയി. ആണോ? കഷ്ടം, ഞാൻ അറിഞ്ഞില്ലല്ലോ മുതലാളി. നീ അറിഞ്ഞില്ലേ? അപ്പൊ നിന്നെ ഞാൻ അറിയിച്ചു തരാം. കിടന്ന് ഉറങ്ങാനാണോടാ നിന്നെ ഞാൻ തീറ്റി പോരുന്നത്? അയ്യോ എന്നെ തല്ലല്ലേ മുതലാളി, തല്ലല്ലേ മുതലാളി. ഇനി എന്നെ തല്ലല്ലേ മുതലാളി. ഇനി ഒരൊറ്റ കള്ളനെ ഞാൻ വെറുതെ വിടില്ല മുതലാളി, സത്യം. അയ്യോ, ഇത് ഞാനാണ്. നിന്നെ ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്നെ അടിക്കുന്നതാണ്. അയ്യോ അയ്യോ, ഏത് ഞാൻ അതിക്രമിച്ച് വീട്ടുകാരി വന്നിട്ട് വാടിത്തരം പറഞ്ഞു. എന്റെ കർത്താവ്, ഇത് എന്തൊരു പരീക്ഷണമാ. മുതല് കാക്കാൻ ഒരു പട്ടിയെ മേടിച്ചതാ, അതിപ്പോ ഇങ്ങനെയായി. ഇനി ഞാൻ എന്തു ചെയ്യും? ഒരു സമാധാനവും ഇല്ലല്ലോ കർത്താവേ. നിന്റെ മുതല് സംരക്ഷിക്കുവാനും നിനക്ക് സമാധാനമുണ്ടാകുവാനും കർത്താവ് ഒരു വഴി പറഞ്ഞു തരും. നീ പള്ളിയിലേക്ക് ചെല്ലുക, അവിടെ ഞങ്ങൾ നിന്നെ കാത്തിരിക്കും. കേട്ടത് സ്വപ്നമായിരുന്നോ? എന്തായാലും പള്ളി വരെ ഒന്ന് പോയി നോക്കിയേക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ.
ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ പറയതേ പതിവില്ലാതെ? എന്താ പള്ളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വെച്ചത്? ഒന്നും പറയണ്ട അച്ചോ, മൊത്തത്തിൽ കഷ്ടകാലമായിരിക്കും. കഷ്ടകാലം വരുമ്പം മാത്രം ഓർക്കാനുള്ള ഒരാളല്ലല്ലോ കർത്താവ്. എന്തായാലും പട്ടി കടിച്ച കഥയൊക്കെ നാട്ടിൽ പാട്ട. പക്ഷേ ഇത്രയും പരുക്ക് പറ്റിക്കാണോന്ന് ഞാൻ കരുതിയില്ല. ശവത്തി കുത്താതെ എന്റെ പൊന്നച്ചോ, ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാ ഞാൻ ഈ രീതിയിലെങ്കിലും രക്ഷപ്പെട്ടത്. കയ്യിലിരുന്ന കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ മേടിച്ചെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതിപ്പോ അനുഭവത്തിലും വന്നു. എല്ലാം ആ പിള്ളേരോടുള്ള ദേഷ്യം കൊണ്ടല്ലേ? അവരെ കൈകാര്യം ചെയ്യാനല്ലേ ആ പട്ടിയെ വാങ്ങിച്ചത്? അതിലൊരു കൊച്ചിനെ ആ പട്ടി കടിക്കുകയും ചെയ്തു. ഒടുവില് വറീദിനും കിട്ടി കടി. ഇതിന്നൊക്കെ എന്ത് നേട്ടാ വറീദിന് കിട്ടിയത്? അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴങ്ങി പോകുവച്ചോ. വറീദിന്റെ പറമ്പിൽ ഇഷ്ടം പോലെ ഫലവർഗ്ഗങ്ങളുണ്ട്. അതിൽ കുറേ കിളികൾ കൊത്തിപ്പോകുന്നുണ്ട്, കുറേ കൊഴിഞ്ഞു വീണ് ചീഞ്ഞു പോകുന്നുണ്ട്. അതിലൊന്നും വറീദിന് യാതൊരു കുഴപ്പമില്ലല്ലോ. വറീദേ, നമുക്കാവശ്യത്തിലധികമുള്ള വസ്തുക്കൾ ആർക്കെങ്കിലുമൊക്കെ നല്ല മനസ്സോടെ പങ്കുവെക്കുന്നത് അത്രയും നന്മയുള്ള മറ്റൊരു കാര്യം ഈ ഭൂമിയിൽ വേറെ ഇല്ല വറീദേ. അത് കൊടുക്കുന്നവന്റെയും വാങ്ങുന്നവന്റെയും മനസ്സ് നിറയ്ക്കും. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണുന്നത്. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടച്ചോ. എന്തായാലും ഞാനൊന്ന് പള്ളിയിലേക്ക് കയറട്ടെ. എന്റെ പാപങ്ങളെല്ലാം ഞാൻ കർത്താവിനോടൊന്ന് പറയട്ടെ. അതെന്തായാലും നന്നായി വറീദേ, വളരെ നല്ല കാര്യമാ. കർത്താവെ, അറിയില്ലായ്മ അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനായി പോയി ഞാൻ. അതുകൊണ്ടാണ് ഓരോ തെറ്റിലേക്ക് ഞാൻ വഴുതി വീഴുന്നത്. കരുണാമയനായ കർത്താവെ, നീ എന്നോട് പൊറുക്കണമേ. മക്കളെ, ഒന്ന് അവിടെ നിന്നേ. മക്കളെ, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. മാപ്പോ? എന്തിന്? അതെ, ഞാൻ നിങ്ങളെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടില്ലേ? പറമ്പിൽ കയറി മാമ്പഴം പെറുക്കിയതിനൊക്കെ. അത് മാത്രല്ല, എന്റെ പട്ടി നിങ്ങളിൽ ഒരാളെ കടിക്കുകയും ചെയ്തു. ഓ, അതിനാണോ? അതിപ്പം തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുമുണ്ട് മുതലാളി. അനുവാദം ചോദിക്കാതെയല്ലേ ഞങ്ങൾ മുതലാളിയുടെ പറമ്പിൽ കയറുന്നത്. അതിന്റെ കുറ്റബോധം ഞങ്ങൾക്കുമുണ്ട്. എന്തായാലും അതൊക്കെ പോട്ടേന്നേ. ഇത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതാ. നല്ല ഒന്നാന്തരം ചക്കര മാമ്പഴമാന്നേ. ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കടാ. ഇത് മുഴുവൻ ഞങ്ങൾക്കാണോ? പിന്നല്ലാതെ. ഇതെനിക്ക് തന്നെ തികയോന്ന് തോന്നില്ല. ആഹാ, നീ കൊള്ളാലോടാ. ഇത് പോരെങ്കിൽ പറമ്പിലേക്ക് പോരെ. അവിടുന്ന് പെറുക്കിക്കോ. മാമ്പഴോ ചക്കയോ ചാമ്പക്കോ എന്ത് വേണമെങ്കിലും പെറുക്കിക്കോടാ. സത്യമായിട്ടും. പിന്നല്ലാതെ. അപ്പൊ പട്ടി കടിക്കില്ലേ? ഏയ്, അതൊന്നും ഉണ്ടാവില്ലെന്നേ. അവനെ ഞാൻ കെട്ടിയിടാൻ തീരുമാനിച്ചു. അഴിച്ചു വിട്ടാലും ഇനി ഞാൻ ഇവരെയൊന്നും കടിക്കത്തില്ല മുതലാളി. പിന്നെ തക്കുടു, അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നെ ഞാൻ കടിച്ചു പോയതാണ്. ഐ ആം വെരി വെരി സോറി, ക്ഷമിക്കണം. പിന്നെ മുതലാളിയെ കടിച്ചത് അത് മുതലാളിയുടെ കയ്യിരിപ്പുണ്ടല്ലേ. നന്മയിൽ നിന്ന് മനുഷ്യൻ വഴിമാറി പോകുമ്പോൾ ദൈവം ചില കടുത്ത പരീക്ഷണങ്ങൾ നടത്തും. വീണ്ടും അവനെ നന്മയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണത്.